LFT TV കിച്ചൻ ക്യൂൻ ഹണ്ടിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വള്ളിയമ്മയാണ്. വള്ളിയമ്മ നമുക്ക് വേണ്ടി നിരവധി വിഭവങ്ങളാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ചോദിക്കാം. ഇന്ന് എന്താണ് ചെയ്യുന്നത്? ABCD ഹൽവ ചെയ്യാൻ പോകുന്നു. ആദ്യമായിട്ട് ഒരു സ്വീറ്റ് തുടങ്ങാൻ വിചാരിച്ചിരിക്കുന്നു. സ്വീറ്റ് ആയിട്ട് തുടങ്ങാം. അപ്പൊ നമുക്ക് ABCD ഹൽവയാണ് വള്ളിയമ്മ നമുക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് ABCD ഹൽവയാണ്. അതിൽ ആദ്യം ചേർക്കുന്നത് ആപ്പിൾ. A ഫോർ ആപ്പിൾ, B ബനാന, C ക്യാരറ്റ്, D ഡേറ്റ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 കപ്പ് പാല്, 3/4 കപ്പ് പഞ്ചസാര, ഏലം ചുക്ക്, ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെക്കണം. നേരത്തെ വെച്ചാൽ കറുത്ത് പോകും, അതുകൊണ്ട് ആ സമയത്ത് തന്നെ ചെയ്യണം. പിന്നെ ഒരു ബനാന മിക്സിയിൽ അടിച്ച് വെക്കണം. ഡേറ്റ്സും അതേപോലെ കുറച്ച് കൈ കൊണ്ട് പിച്ചിട്ടിട്ട് അതേ മിക്സിയിൽ അടിച്ച് വെക്കണം. ചീനിച്ചട്ടിയിൽ 4 സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് അരിഞ്ഞതിന് ശേഷം കശവണ്ടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. മൂത്തത് മതി. ഇനി ഇത് കോരി എടുത്തിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ ആപ്പിൾ, ക്യാരറ്റ് എല്ലാം ഇട്ട് കുറച്ച് നേരം ഫ്രൈ ചെയ്യണം. ക്യാരറ്റ് കൂടി ചീവിച്ച ക്യാരറ്റ് നല്ലപോലെ ഫ്രൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ശകലം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നല്ല ഫ്രൈ ചെയ്ത ശേഷം ഈ ബനാന അരച്ചതും കൂടി അതിൻ്റെ കൂടി ചേർക്കണം. രസകദളിപ്പഴം, ഒരു രസകദളിപ്പഴം. എല്ലാം നല്ലപോലെ ചേർന്നതിന് ശേഷം ലാസ്റ്റിൽ ഈ ഡേറ്റ്സ് പാലൊഴിച്ച് അരച്ചത് അതേയും കൂടി ഇതിൽ ചേർക്കണം. എല്ലാം ചേർന്ന് നല്ല കട്ടിയായ ശേഷം അതിൽ 3/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം.
തീയെ കുറച്ച് സിമ്മിൽ വയ്ക്കണം. ഇത് പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇതെല്ലാം ആപ്പിൾ കഴിക്കാത്ത പിള്ളേർക്ക് ആപ്പിൾ, ക്യാരറ്റ്, ബനാന എല്ലാം ഡേറ്റ്സ് എല്ലാം ഉള്ളത് കൊണ്ട് പിള്ളേർ ഇങ്ങനെ കൊടുക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഒഴിക്കണം. ഇതെല്ലാം ചേർന്ന് വേവിക്കുന്ന സമയത്ത് തീ സിമ്മിൽ തന്നെ വെക്കണം. അത് നല്ല കട്ടിയായ ശേഷം കശവണ്ടി അതിൽ ചേർത്ത് ഏലം ചുക്കും ശകലം വിതറണം. ABCD ഹൽവ റെഡിയായി. ഇനി ഇതിനെ വേറൊരു പാത്രത്തിൽ നമുക്ക് മാറ്റാം. ABCD ഹൽവ റെഡിയായി. നമുക്ക് വള്ളിയമ്മ ഉണ്ടാക്കിയ ക്യാരറ്റ് ഹൽവയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം. വളരെ രുചികരമാണ്. കുട്ടികൾക്കെല്ലാം തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കണം. ആപ്പിൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും, ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളുണ്ടാവും, പാല് കുടിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും. ഇതെല്ലാം ഒന്നിച്ച്, ഡേറ്റ്സ് കഴിക്കാനും മടിയുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് കുട്ടികൾക്ക് കിട്ടാൻ ഈ ഒരു ഹൽവ വളരെ നല്ലതായിരിക്കും.